അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. ഇന്ന് ഞാനൊരു ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മാമലക്കണ്ടത്തേക്ക് പോയ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. മാമലക്കണ്ടം എന്ന് പറഞ്ഞാൽ മലകളും കാടുകളും എല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. കാട്ടിലൂടെയുള്ള യാത്രയാണ്. പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല കാട്ടിനുള്ളിലെ യാത്ര നല്ല ഭംഗിയുള്ള കാണാനായിട്ട്. നല്ല പച്ചപ്പും നല്ല രസമുണ്ടായിരുന്നു. നല്ല റോഡും ആയിരുന്നു കേട്ടോ. പോകുന്ന റോഡ് നല്ല റോഡായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അതിൻ്റെ മലയുടെ മുകളിലൊന്ന് കയറിയതാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല കോട ഇറങ്ങുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ പോകുന്ന വഴിയാണ് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടത്. പിന്നെ കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങളൊരു കടയിൽ ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ ചായയും പഴംപൊരിയൊക്കെ നല്ല അടിപൊളി ചായയും പഴംപൊരിയൊക്കെ ആയിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് പിന്നെയും യാത്ര തുടർന്ന്. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് ഓഫ് റോഡ് നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ജീപ്പിനാണ് കേട്ടോ ഓഫ് റോഡ് ഉള്ളിലേക്ക് പോയത്. അപ്പോൾ 500 രൂപയുണ്ടായി ജീപ്പിന് ഞാൻ വാങ്ങിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര. കാരണം ഈ ജീപ്പിൽ കയറിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അവർ ഏത് വഴി കൂടിയും നമ്മളെ കൊണ്ടുപോകും. ചെറിയ വഴികളാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും അത് ജീപ്പിൽ തന്നെ പോകാനേ പറ്റുള്ളൂ. നമ്മുടെ കാറൊന്നും പോവില്ല. പിന്നെ 4x4 വണ്ടിയൊക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അത് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പോയിട്ട് പിന്നെ മലയുടെ മുകളിലേക്കാണ് ഈ വണ്ടി നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഈ വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടം കവർ ചെയ്തിട്ടാണ് കേട്ടോ അപ്പുറത്തേക്കുള്ള ക്രോസിങ് വരുന്നത്. അപ്പോൾ അത് നല്ല നമുക്ക് കയറിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ആ യാത്ര. ഇതൊരിക്കലും പോയാൽ മിസ് ചെയ്യരുത് എന്തായാലും. ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് എത്താനായിട്ട്. പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും മഴയുടെ സൗണ്ടില്ലേ ഉണ്ടാവും ഇതിനകത്ത്. മഴ സീസൺ ആയതുകൊണ്ട് ചെറിയൊരു മഴയത്താണ് നമ്മൾ പോയതും. അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഈ ഡ്രൈവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. കുറച്ച് ധൈര്യവും കൂടി വേണം. അത് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്ത് പിന്നെ പോകുന്നത് മലയുടെ മുകളിലേക്കാണ്. അതും നല്ല പേടിയാകും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ. പിന്നെ ഈ ഓഫ് റോഡ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാനൊന്നും ആരും ഇറങ്ങിയില്ല. എന്തായാലും ജീപ്പിൽ തന്നെ പോകണം.
പിന്നെ നമ്മൾ വണ്ടിയിൽ ശരിക്കും പിടിച്ചിരുന്നില്ലെങ്കിൽ തെറിച്ച് നമ്മൾ റോട്ടിൽ കിടക്കും. അതാണ് അവസ്ഥ. ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മൾ ശരിക്ക് ഇതിൽ തന്നെ ഇരിക്കണം. പേടിയുള്ളൊരു യാത്ര തന്നെയായിരുന്നു. എന്നാലും നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ പോയത്. ചെറിയ റോഡാണ്. ഇപ്പോൾ ഒരു വണ്ടി പോയാൽ നമുക്ക് തിരിച്ച് അപ്പുറത്തുനിന്ന് വണ്ടി വന്നാൽ പിന്നെ ഒട്ടും പോവാൻ സ്ഥലമില്ല. ചെറിയ റോഡാണ്. അപ്പോൾ അന്ന് എന്തോ പരിപാടി അവിടെ മേളിൽ നടക്കുന്നുണ്ടായിരുന്നു. വണ്ടികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അത് ദൂരെ നിന്നൊക്കെ ഉണ്ടാ ആളുകൾ വന്നേക്കണത്. മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഇപ്പോൾ വൺ ഡേ ട്രിപ്പിന് പോകാതെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് കാണാൻ പോകാനാണെങ്കിൽ ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേളിലെത്തി. മലയുടെ മേളിലത്തെ താഴേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് താഴത്തേക്ക് പിന്നെ ഇറങ്ങി. എന്തായാലും ഇങ്ങനെയൊരു യാത്ര പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്. പിന്നെ എൻ്റെ വീഡിയോയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും തന്നേ തീരൂ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.